നമസ്കാരം, നിഖിലാണ്. നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കഴിഞ്ഞ ഒരു മാസമായി ലോകം ഇങ്ങനെ ഫുട്ബോളിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഓട്ടം നിൽക്കാൻ ഇനിയൊരു 4 മത്സരങ്ങൾ കൂടി മാത്രമാണ് അവശേഷിക്കുന്നത്. 2 സെമി ഫൈനൽ, ഒരു ഫൈനൽ, ഒരു ലൂസേഴ്സ് ഫൈനൽ, അങ്ങനെ 4 മത്സരങ്ങൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അതിൽ തന്നെ ശ്രദ്ധേയം, ഇനി ലോക ചാമ്പ്യന്മാരെ കണ്ടെത്തുന്നതിന് 3 പോരാട്ടങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത് എന്നുള്ളതാണ്. 2 സെമി ഫൈനൽ, ആ സെമി ഫൈനൽ ശേഷം അറിയാൻ സാധിക്കും ആരൊക്കെയാണ് ഫൈനലിലേക്ക് മുന്നേറുക എന്നുള്ളത്. 2 ടീമുകൾ അവിടെ നിന്നും ഫൈനലിലേക്ക് എത്തും. അതിലൊരു ടീം വിജയികളാകും, ചാമ്പ്യന്മാരാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ പോരാട്ടത്തിലേക്ക് വരുമ്പോൾ 4 ടീം, ഇന്നലെ 2 സെമി ഫൈനലിന് മുന്നോടിയായിട്ടുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇന്നലെ 2 ഉണ്ടായിരുന്നു. അതിൽ വിജയിച്ചുകൊണ്ട് ഇംഗ്ലണ്ടും അർജൻറ്റീനയും സെമി ഫൈനലിന് വേണ്ടി യോഗ്യത നേടിയിട്ടുണ്ട്. ആദ്യം തന്നെ സ്പെയിനും ഫ്രാൻസും ഈ ഒരു സെമി ഫൈനലിൽ ബർത്ത് ഉറപ്പിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വേൾഡ് കപ്പ് അപ്ഡേറ്റിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോരാട്ടങ്ങളെക്കുറിച്ച് തന്നെയാണ്. അതായത് ഇന്നലെ നടന്ന 2 മത്സരങ്ങൾ, അതിൽ ഫ്രാൻസ് നേരത്തെ പറഞ്ഞ ക്വാളിഫൈ ചെയ്ത, സ്പെയിനും ക്വാളിഫൈ ചെയ്ത കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി വരാനിരിക്കുന്ന ഒരു സെമി ഫൈനലുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന 2 മത്സരങ്ങളാണ്. ഇംഗ്ലണ്ടും നോർവേയും തമ്മിലുള്ള പോരാട്ടവും ഇന്ന് പുലർച്ചെ നടന്ന അർജൻറ്റീനയും സ്വിറ്റ്സർലൻഡും തമ്മിലുള്ള പോരാട്ടം. ഈ 2 മത്സരങ്ങളുടെ വിവരങ്ങൾ, വിശദാംശങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ഒപ്പം ഈ നടക്കാൻ പോകുന്ന 2 മത്സരങ്ങൾ, 2 സെമി ഫൈനൽ പോരാട്ടങ്ങൾ, സ്പെയിനും ഫ്രാൻസും തമ്മിലുള്ളതും അർജൻറ്റീനയും ഇംഗ്ലണ്ടും തമ്മിലുള്ളതും, അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. നമുക്ക് ഇന്നലത്തെ മത്സരങ്ങളിലേക്ക് പോകാം. ഇന്നലത്തെ മത്സരം ഇന്നലെ ആദ്യം നടന്നത് ഇംഗ്ലണ്ടും നോർവേയും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. അതിൽ 2-1 ഒരു വിജയം ഇംഗ്ലണ്ട് സ്വന്തമാക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ആദ്യ ഗോൾ നേടിയത് നോർവേ ആണ്. നോർവേ ഗോൾ നേടിക്കൊണ്ട് 1 മുന്നിലെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായി തിരിച്ചു വരും. നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ കണ്ടതാണ്. പല മത്സരങ്ങളിലും ഇങ്ങനെ പിന്നിൽ നിന്ന ശേഷം മുന്നിലേക്ക് ഓടിയിട്ട് വിജയിക്കുന്ന ടീമുകൾ നമ്മൾ സ്ഥിരമായി കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു വിജയം എന്തായാലും ഇന്നലെ ഇംഗ്ലണ്ടിനും ഉണ്ടായി എന്നുള്ളതാണ്. അതിൽ നിർണായകം ബെല്ലിംഗാമിൻ്റെ പ്രകടനമാണ്. ബെല്ലിംഗാമിൻ്റെ 2 ഗോളുകളാണ് ഇന്നലത്തെ മത്സരത്തിൽ നിർണായകമായത് എന്ന് പറയാൻ സാധിക്കും. ഇന്നലത്തെ 2 മത്സരങ്ങളിലും ശ്രദ്ധേയം, അത് 90 മിനിറ്റ് കഴിഞ്ഞുള്ള എക്സ്ട്രാ ടൈമിലേക്ക് പോയി എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ കാര്യം നമ്മുടെ വേൾഡ് കപ്പ് അപ്ഡേറ്റിൽ നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് നോർവേ ഇംഗ്ലണ്ട് മത്സരം അത് കടുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. 90 മിനിറ്റ് ശേഷമുള്ള എക്സ്ട്രാ ടൈമിലേക്ക് മത്സരം പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു സംഭവിച്ചത്. 90 മിനിറ്റ് ആയപ്പോഴും സ്കോർ 1-1 എന്നൊരു സമനിലയിലായിരുന്നു. അവിടെ നിന്ന് 90 മിനിറ്റിന് ശേഷം 93-ാം മിനിറ്റിൽ ബെല്ലിംഗാം നേടിയ ഒരു ഗോളിലൂടെയാണ് എന്തായാലും നോർവേക്കെതിരെ ഇംഗ്ലണ്ട് ഒരു വിജയം സ്വന്തമാക്കുന്നത്. മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 36-ാം മിനിറ്റിലാണ് നോർവേ ആദ്യ ഗോൾ നേടുന്നത്. അങ്ങനെ ആദ്യ പകുതി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം, അതായത് ആദ്യ പകുതി 45 മിനിറ്റ് കഴിഞ്ഞ ശേഷമുള്ള ഇഞ്ചുറി ടൈം അത് അവസാനിക്കാനുള്ള മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ബെല്ലിംഗാം ആദ്യ ഗോൾ നേടി ഇംഗ്ലണ്ടിന് അനുകൂലമായി. അങ്ങനെ സ്കോർ 1-1 ആദ്യ പകുതി അവസാനിക്കുന്നു. അവിടുന്ന് അങ്ങനെ സ്കോർ 1-1 തന്നെ പോകുന്നു. 2-ാം പകുതി അവസാനിച്ച്, അതായത് 90 മിനിറ്റ് പൂർണ്ണസമയം, മത്സരത്തിൻ്റെ പൂർണ്ണസമയം ആയപ്പോഴും ആ 1-1 തന്നെ നിൽക്കുന്നു. അങ്ങനെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുന്നു. ആ എക്സ്ട്രാ ടൈമിലാണ് 93-ാം മിനിറ്റിൽ ബെല്ലിംഗാമിൻ്റെ വക ഒരു വിജയ ഗോൾ നേടുന്നത്. അങ്ങനെ ആ ഗോളിലൂടെ 2-1 ഒരു വിജയം എന്തായാലും ഇംഗ്ലണ്ട് ആധികാരികമായി സ്വന്തമാക്കുന്നു എന്നുള്ളതാണ്. ഇംഗ്ലണ്ട് ഒരു പ്രകടനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹൈ പ്രസ് ആയിരുന്നു ഇംഗ്ലണ്ട് മത്സരത്തിലുടനീളം കാഴ്ചവെച്ചത്. ഒരു കോമ്പാക്ട് ഡിഫൻസ് ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഒപ്പം ബെല്ലിംഗാമിൻ്റെ ബോക്സ് ടു ബോക്സ് പ്രകടനം അത് വളരെയധികം നിർണായകമായി ഇന്നലത്തെ മത്സരത്തിൽ. ഒപ്പം ഒരു മികച്ചൊരു ഗെയിം മാനേജ്മെൻറ്റ് തന്നെ അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്കറിയാം, നോർവേ പോലൊരു ടീം അവിടെ ഹാളണ്ടിനെ പോലൊരു താരത്തെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായി അറിയാമായിരുന്നു. ഹാളണ്ടിന് കൃത്യമായി സ്പേസ് പോലും കൊടുക്കാതെ ഇംഗ്ലണ്ട് ഒരു മത്സരം കാഴ്ചവെച്ചു എന്നുള്ളതാണ്. ഹാളണ്ടിന് സ്പേസ് കൊടുത്താലുള്ള പ്രശ്നം നമ്മൾ കഴിഞ്ഞ മത്സരത്തിലൊക്കെ കണ്ടതാണ്. ബ്രസീലിനെതിരായ മത്സരത്തിൽ കണ്ടതാണ്. ഹാളണ്ട് സ്പേസ് കിട്ടിയാൽ ഹാളണ്ട് തീർച്ചയായും ഗോൾ നേടും നേരത്തിൽ സംശയമില്ല. പക്ഷേ ആ സ്പേസ് കൊടുക്കാതെ കൃത്യമായി അത് മാനേജ് ചെയ്തു. ഈ നോർവേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാളണ്ടിനെ കേന്ദ്രീകരിച്ച് തന്നെ ആയിരുന്നു അവരുടെ ആക്രമണം എന്നുള്ളതാണ്. പക്ഷേ അത് അത്രത്തോളം വിലപ്പോയില്ല, അത് ഫലം കണ്ടില്ല എന്നുള്ളതാണ്. ഒപ്പം 2-ാം പകുതിയിൽ ഫിനിഷിങ്ങിലെ പോരായ്മ, ഫിനിഷിങ്ങിലെ കുറവ് അത് വലിയ രീതിയിൽ നോർവേയെ ബാധിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. മത്സരത്തിൽ 2 ഗോളുകൾ നേടിയ ജൂഡ് ബെല്ലിംഗാം തന്നെയാണ് കളിയിലെ താരമായി മാറിയിരിക്കുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ബെല്ലിംഗാമിൻ്റെയും ഹാരി കെയിൻ്റെയും പ്രകടനം അത് നിർണായകമാകുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെയാണ്. ഇരു താരങ്ങളുടെയും പ്രകടനം അത് നിർണായകമായി. പ്രത്യേകിച്ച് ബെല്ലിംഗാമിൻ്റെ 2 ഗോളുകൾ, ആ 2 ഗോളുകളിലൂടെ ഒരു വിജയം, ആധികാരികമായ ഒരു വിജയം നേടിക്കൊണ്ട് ഇംഗ്ലണ്ട് ഈ ഒരു ലോകകപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കളിയിലെ 2 ഗോളുകൾ നേടിയ ബെല്ലിംഗാം തന്നെയാണ് കളിയിലെ താരമായി മാറിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്നലത്തെ 2ാമത്തെ മത്സരത്തിലേക്ക് പോകാം. ഇന്ന് പുലർച്ചെ നടന്ന മത്സരം
അതും എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങിയ ഒരു മത്സരമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അർജൻറ്റീനയും സ്വിറ്റ്സർലൻഡും തമ്മിലൊരു പോരാട്ടം 90 മിനിറ്റിന് ശേഷം അതും എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു. അവിടെ ഒരു വിജയം അർജൻറ്റീന സ്വന്തമാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. മത്സരത്തിൻ്റെ 10-ാം മിനിറ്റിൽ അർജൻറ്റീനയ്ക്ക് അനുകൂലമായിട്ട് മക്കലിസ്റ്റർ ഗോൾ നേടുന്നു. അർജൻറ്റീനയ്ക്ക് വേണ്ടി മക്കലിസ്റ്ററാണ് ആദ്യ ഗോൾ നേടുന്നത്. അങ്ങനെ മത്സരം ആദ്യ പകുതി പോയപ്പോൾ അർജൻറ്റീന 1-0 മുന്നിലായിരുന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ സ്വിറ്റ്സർലൻഡിൻ്റെ ഭാഗത്തുനിന്ന് 67-ാം മിനിറ്റിൽ ഡാൻ ഡോയയുടെ വക ഒരു ഗോൾ വീഴുന്നു. അങ്ങനെ മത്സരം 1-1 നീങ്ങുന്നു. 72-ാം മിനിറ്റിൽ എംബോളോ റെഡ് കാർഡ്, സ്വിറ്റ്സർലൻഡ് താരം എംബോളോ റെഡ് കാർഡ് കണ്ട് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ 10 പേരുമായാണ് പിന്നീട് സ്വിറ്റ്സർലൻഡ് കളിച്ചത്. അപ്പോഴും മത്സരം തീരുന്ന 90 മിനിറ്റ് ആയപ്പോഴും അർജൻറ്റീനയുടെ സ്കോർ അല്ലെങ്കിൽ മത്സരത്തിൻ്റെ സ്കോർ 1-1 എന്നുള്ളതായിരുന്നു. ഒരു സമനില സ്കോറായിരുന്നു. അവിടെ നിന്നാണ് മത്സരം ഇഞ്ചുറി ടൈമും കടന്ന് അധിക സമയത്തേക്ക് പോകുന്നു. അങ്ങനെ 120 മിനിറ്റിലേക്ക് മത്സരം പോകുന്നു. അവിടെ കൃത്യമായി അർജൻറ്റീനയുടെ ഭാഗത്തുനിന്നൊരു മത്സരം വരുന്നു. ഇന്നലത്തെ മത്സരത്തിൻ്റെ പ്രത്യേകത മെസ്സി ഗോളുകൾ നേടില്ല, പക്ഷേ മെസ്സിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഗോളുകൾ നേടാൻ മെസ്സിക്ക് സാധിച്ചില്ല. 112-ാം മിനിറ്റിൽ ജൂലിയൻ അൽവാരസിൻ്റെ വക ഒരു ഗോൾ പിറക്കുന്നു. അങ്ങനെ അർജൻറ്റീന ഒരു വിജയത്തോട് അടുക്കുന്നു, വിജയം ഉറപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. എന്നാൽ അവിടെ നിന്ന് തീർന്നില്ല. 120 മിനിറ്റ് കഴിഞ്ഞുള്ള ഇഞ്ചുറി ടൈമിൽ ലൗതാറോ മാർട്ടിനസിൻ്റെ വക അടുത്ത ഗോൾ. അങ്ങനെ 3-1 ഒരു ആധികാരികമായ വിജയം തന്നെ അർജൻറ്റീന സ്വന്തമാക്കുന്നു എന്നുള്ളതാണ്. ഈ ടൂർണമെൻറ്റ് തുടങ്ങിയപ്പോൾ മുതൽ വിലയിരുത്തുന്ന ആളുകൾ, മാധ്യമപ്രവർത്തകരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ടൂർണമെൻറ്റിൽ ഒട്ടും പ്രഷറില്ലാതെ കളിക്കുന്ന അല്ലെങ്കിൽ ഒട്ടും പ്രഷറില്ലാതെ കളി കാണുന്ന ഒരു ആരാധകർ അർജൻറ്റീന ആരാധകരായിരിക്കും, അല്ലെങ്കിൽ അർജൻറ്റീന താരങ്ങളായിരിക്കും എന്നൊക്കെ പറഞ്ഞു. കാരണം കഴിഞ്ഞ ലോകകപ്പ് കിരീടം ചൂടിയതുകൊണ്ട് തന്നെ അർജൻറ്റീന ആരാധകർക്ക് വലിയ പ്രഷറില്ല, അർജൻറ്റീന ടീമിന് വലിയ പ്രഷറില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ എന്നാൽ ഈ ലോകകപ്പിൽ ഇതുവരെയുള്ള പ്രകടനം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവിച്ചുകൊണ്ട് മത്സരം കണ്ട ആരാധകർ അർജൻറ്റീന ആരാധകരാകുന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം എല്ലാ മത്സരത്തിലും അർജൻറ്റീന ഇങ്ങനെ കാബോ വെർഡെക്കെതിരെ മത്സരമായിക്കോട്ടെ, ഈജിപ്തിനെതിരെ ആയിക്കോട്ടെ, ഇപ്പോൾ സ്വിറ്റ്സർലൻഡിനെതിരെയുള്ള മത്സരമായിക്കോട്ടെ, ഇതൊക്കെ അവസാന നിമിഷത്തെ ഒരു വിജയം, അവസാന നിമിഷം ഒരു വിജയം സ്വന്തമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ അതുകൊണ്ട് അത്രത്തോളം പ്രഷർ അനുഭവിച്ചുകൊണ്ട് അർജൻറ്റീന ആരാധകർ കണ്ടു തീർത്ത മത്സരങ്ങളാണ് അർജൻറ്റീനയുടെ ഒട്ടുമിക്ക മത്സരങ്ങളും എന്തായാലും. അപ്പോൾ അങ്ങനെ അർജൻറ്റീന തുടർച്ചയായി 2-ാം വർഷവും സെമിയിൽ കടന്നിരിക്കുകയാണ്. ഇനി ഓവറോൾ ഒരു മത്സരം നോക്കിയാൽ അർജൻറ്റീനയുടെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ മെസ്സിയെ ഊന്നി തന്നെയായിരുന്നു അവരുടെ മത്സരങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്ലാനുകളൊക്കെ. ഇപ്പോൾ മിഡ്ഫീൽഡിലെ കൺട്രോൾ അർജൻറ്റീനയ്ക്ക് ഉണ്ടായിരുന്നു. മികച്ച രീതിയിൽ അവർ കിട്ടിയ അവസരങ്ങൾ ഉപയോഗിച്ചു എന്ന് പറയാം. 90 മിനിറ്റ് വരെയുള്ള അവസരങ്ങളിൽ ഒന്ന് മാത്രമാണ് ഉപയോഗിക്കാൻ സാധിച്ചത്. പക്ഷേ അതിനുശേഷം അങ്ങോട്ട് കിട്ടിയ 2 അവസരങ്ങൾ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടൊരു വിജയം അവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചു. സ്വിറ്റ്സർലൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മികച്ച പ്രതിരോധമായിരുന്നു. കാരണം മെസ്സി അടക്കമുള്ള താരങ്ങൾ കളിക്കുന്ന ഒരു ടീമിനെതിരെ മികച്ച രീതിയിൽ അവർ കളിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം മെസ്സിക്ക് ഇന്നലെ ഗോൾ നേടാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം മികച്ചൊരു പ്രതിരോധം തന്നെയായിരുന്നു സ്വിറ്റ്സർലൻഡിൻ്റേത്. അപ്പം ഡോയയുടെ മികച്ച പ്രകടനം നിർണായകമായി. നേരത്തെ പറഞ്ഞ ഡോയാണ് ഒരു ഗോൾ 67-ാം മിനിറ്റിലൊരു ഗോൾ നേടിയത്. പിന്നെ ഇവരുടെ പ്രകടനത്തിൽ, സ്വിറ്റ്സർലൻഡിൻ്റെ പ്രകടനത്തിൽ ആ റെഡ് കാർഡ് അത് നിർണായകമായി മാറുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഇന്നലെ ഗോൾ നേടിയ ജൂലിയൻ അൽവാരസാണ് കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഇന്നലെ 2 ടീമുകൾ ഇംഗ്ലണ്ടും അർജൻറ്റീനയും വിജയിച്ചു. ഇവർ തമ്മിലാണ് ഈ ഒരു സെമി ഫൈനലിൽ നേർക്കുനേർ വരുന്നത്. അപ്പോൾ ആദ്യത്തെ സെമി ഫൈനലിൽ വരുന്നത് ഫ്രാൻസും സ്പെയിനും തമ്മിലാണ്. നമുക്ക് ഓവറോൾ 2 സെമി ഫൈനലിലെ ഓവറോൾ കാര്യങ്ങൾ നോക്കിയാൽ ഗ്രൂപ്പ് സ്റ്റേജിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് ഇരു ടീമുകളും എത്തുന്നത്. ഇപ്പം നോക്കൗട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പരഗ്വേയും മൊറോക്കോയും തോൽപ്പിച്ചുകൊണ്ടാണ് ഈ സെമി ഫൈനൽ വരെ ഫ്രാൻസ് എത്തുന്നത്. മറുവശത്ത് സ്പെയിനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ അവരും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. നോക്കൗട്ടിലെ പോർച്ചുഗലിനെയും ബെൽജിയത്തെയും തകർത്തുകൊണ്ടാണ് അവരും ഈ ഒരു സെമി ഫൈനലിലേക്ക് എത്തുന്നത്. എന്തായാലും ഇപ്പം ശക്തമായ 2 ടീമുകൾ ആണ് ഏറ്റുമുട്ടുന്നത്. ഒരു ടീമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാതെ മുന്നേറി, ഒപ്പം ഈ ഒരു നോക്കൗട്ടിൽ മികച്ച വിജയം നേടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇതിൽ ഫ്രാൻസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. പല വലിയ ടീമുകൾക്കെതിരെയും മികച്ച രീതിയിൽ കളിക്കുന്ന ഫ്രാൻസ് ചെറിയ ടീമുകൾക്കെതിരെ പോലും, ഇപ്പോൾ പരഗ്വേ ആയിക്കോട്ടെ, മൊറോക്കോ ആയിക്കോട്ടെ, അവരൊന്നും ചെറിയ ടീമല്ല, വലിയ ടീം തന്നെയാണ്. വലിയ ടീമുകളെ അട്ടിമറിക്കാൻ കഴിവുള്ള അട്ടിമറിച്ച ടീമുകളൊക്കെ തന്നെയാണ് ഈ പരഗ്വേയും മൊറോക്കോയും എന്ന് പറയുന്നത്. പക്ഷേ അവർക്കെതിരെ പമ്മുന്ന കാഴ്ച, ഒന്ന് പതറുന്ന കാഴ്ച നമ്മൾ ഫ്രാൻസിൻ്റെ പ്രകടനത്തിൽ കണ്ടു. അത് നമ്മൾ പരഗ്വേക്കെതിരെ കൃത്യമായി അവരുടെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ മൊറോക്കോയ്ക്കെതിരെ വന്നപ്പോൾ അങ്ങനെ ഉണ്ടായെങ്കിൽ പോലും അതിലൊരു മാറ്റം ഒരു പരിധി വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മാറ്റം കൃത്യമായി ഉണ്ടെങ്കിൽ സ്പെയിനെ തകർക്കാൻ ഈ ഒരു ഫ്രാൻസിനാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പം ഇനി 2ാമത്തെ സെമി ഫൈനൽ മത്സരം നടക്കുന്നത് ഇംഗ്ലണ്ടും അർജൻറ്റീനയും തമ്മിലാണ്. ഇംഗ്ലണ്ട് കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. നോക്കൗട്ടിൽ നോർവേയും മെക്സിക്കോയും തകർത്തുകൊണ്ടാണ്
സെമി ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനി അർജൻറ്റീനയുടെ കാര്യത്തിലേക്ക് വന്നാൽ അർജൻറ്റീന ഗ്രൂപ്പ് ഘട്ടത്തിൽ അർജൻറ്റീനയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. നോക്കൗട്ടിൽ ഈജിപ്തിനെയും സ്വിറ്റ്സർലൻഡിനെയും കാബോർഡേയും തകർത്തുകൊണ്ടാണ് അർജൻറ്റീനയും ഈ ഒരു സെമി ഫൈനലിലേക്ക് എത്തുന്നത്. അപ്പോൾ ഏറ്റവും ശക്തരായ 4 ടീമുകൾ ലോക റാങ്കിങ്ങിൽ ആദ്യ 4 സ്ഥാനക്കാർ തമ്മിൽ ഈ സെമി ഫൈനലിലേക്ക് എത്തുന്നു. അപ്പോൾ ഏറ്റവും മികച്ച 2 ടീമുകൾ ഫൈനൽ കളിക്കാൻ സാധ്യതയുണ്ട്, കളിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതാണ്. ഈ ടൂർണമെൻറ്റ് തുടങ്ങിയപ്പോൾ തന്നെ ഫേവറിറ്റുകളായി പല ആളുകളും പറഞ്ഞ ടീമുകളാണ്. കിരീട സാധ്യത കൽപ്പിച്ചിരുന്ന 4 ടീമുകളാണ് ഇവ. ഫ്രാൻസും സ്പെയിനും അർജൻറ്റീനയും ഇംഗ്ലണ്ടും. ഇതിൽ പോർച്ചുഗലും ജർമ്മനിയും ബ്രസീലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരൊന്നും സെമി ഫൈനൽ കാണാതെ പുറത്തായി. അപ്പോൾ ഈ ഒരു 4 ടീമുകൾ മാത്രമാണ് എത്തിയത്. ഇതിൽ മറ്റൊരു കാര്യമുള്ളത്, കഴിഞ്ഞ തവണ മൊറോക്കോയൊക്കെ സെമി ഫൈനൽ വരെ എത്തിയെങ്കിൽ തവണ അങ്ങനെ ഒരു അട്ടിമറി ടീമുകൾ ആരും എത്തിയിട്ടില്ല. ആരാധകർ പ്രതീക്ഷിച്ച 4 ടീമുകൾ തന്നെയാണ് അതിൽ സെമി ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ സെമി ഫൈനൽ പോരാട്ടങ്ങൾക്ക് വേണ്ടി ഫുട്ബോൾ ആരാധകരൊക്കെ കാത്തിരിക്കുകയാണ്, നമ്മളും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റിൻ്റെ സമയം അതിവിടെ പൂർണ്ണമാവുകയാണ്. ദിസ് ഈസ് എം നിഖിൽ കുമാർ സൈനിങ് ഓഫ്.